എറണാകുളം പരമാരദേവി ക്ഷേത്രത്തിൽ കമല കാമാക്ഷി അമ്മയുടെ ചിത്രപൗർണമി മഹോത്സവം നടന്നു. എറണാകുളത്ത് തലമുറകളായി താമസിക്കുന്ന 24 മനെ തെലുങ്ക് ചെട്ടിയാർ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വർഷത്തിൽ ഒരു ദിവസമാണ് ചിത്രപൗർണമി ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി കാമാക്ഷി അമ്മയെ ചന്ദനധൂപത്താൽ അലങ്കരിച്ച് മണവാട്ടിയായി മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. തുടർന്ന് പരമശിവന്റെയും കാമാക്ഷി അമ്മയുടെയും തിരുക്കല്യാണവും ശേഷം ശക്തിയെയും ശിവനെയും ഒന്നിപ്പിച്ച് കടലിൽ ഒഴുക്കുന്നതോടെയാണ് ആഘോഷം അവസാനിക്കുന്നത്. തലമുറകളായി കാരണവന്മാർ തുടങ്ങിവെച്ച ചിത്രപൗർണമി ആഘോഷം ഇന്നും തുടരുകയാണ്. 24 മനെ തെലുങ്ക് ചെട്ടിയാർ സമൂഹം. ചിത്രമാസത്തില് പൗർണമി ദിവസത്തില് പാർവതി പരമശിവന്റെ കല്യാണമായിട്ടാണ് ഇത് ചിത്രാ പൗർണമി ആഘോഷിക്കുന്നത്. ഇതിവിടെ 24 മനെ തെലുങ്ക് ചെട്ടിയാരുടെ ഒരു വിശേഷമാണ്. ഇത് 3 തലമുറയായിട്ട് ഇതിങ്ങനെ ഭംഗിയായി നടന്നു വരികയാണ്. ഇതിലെല്ലാവരും നമ്മുടെ ഇവിടെയുള്ള എല്ലാ തെലുങ്ക് ചെട്ടിയാർ ഫാമിലീസും വന്ന് ജോയിൻ ചെയ്ത് വളരെ ഭംഗിയായി 3 ദിവസം ഇതിവിടെ കൊണ്ടാടുന്നുണ്ട്. തലേ ദിവസം വൈകുന്നേരം ഇങ്ങനെ ഭഗവാനെ അലങ്കരിച്ച് കൊണ്ടുവന്ന് ഇരുത്തി പിറ്റേ ദിവസം തിരുക്കല്യാണം കഴിഞ്ഞ് ഇത് കൊണ്ടുപോയി ഗംഗയിൽ ഒഴുക്കി അത് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം എൻ്റെ ചടങ്ങുകൾ, കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ 3 ദിവസമായിട്ടാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് പാരമ്പര്യമായിട്ട്, അതായത് പുരാതന കാലം മുതൽ നമ്മുടെ 3 തലമുറകളായിട്ട് ഈ സംഭവം നമ്മുടെ കാമാക്ഷിയമ്മൻ്റെ ഒരു ഇത് ആചരിച്ച് വരുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടുള്ള അമ്പലങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ ചെറിയ രീതിയിൽ അവർ കൈകാര്യം ചെയ്ത് പോകുന്നതാണ്. ഒരു 150ഓളം കുടുംബങ്ങൾ കൂടുന്ന ഒരു ഇതാണ്. 40 ദിവസം നോമ്പെടുത്തിട്ടാണ് ഈ ശിവപാർവതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കാമാക്ഷിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടെയും നമ്മൾ ഓരോ 2 പേരാണ് അത് എടുക്കുന്നത്.